കേരളത്തിൻ്റെ അഭിമാനമായ IFFK 30ാമത് പങ്ക്തി ഇവിടെ ഉജ്ജ്വലമായ രീതിയിൽ ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്നു പോകുന്ന ഓരോ വ്യക്തിയും സിനിമാ ആസ്വാദകർ എന്നുള്ളത് മാത്രമല്ല, ജീവിതത്തെ അതിൻ്റെ ഏറ്റവും ആഴത്തിൽ തൊട്ടറിഞ്ഞ, സമൂഹത്തെ സ്പർശിക്കുന്ന ചിന്തകരും വിമർശകരും ആസ്വാദകരും ഒക്കെ ആയിട്ടുള്ള ജീവിതപ്രേമികളാണ് എന്നാണ് ഞാൻ വിശേഷിപ്പിക്കുക. ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സിനിമാ ആസ്വാദകർക്കും ഒരിക്കൽ കൂടി ഹൃദയം കൊണ്ട് ഞങ്ങളുടെ നന്ദിയും സ്നേഹവും ഒക്കെ അറിയിക്കുകയാണ്. IFFKയുടെ ജൈത്രയാത്ര ഇനിയും ഇതുപോലെ തന്നെ പൂർവാധികം ഭംഗിയോടെ ഉജ്ജ്വലമായി തന്നെ തുടരും. നമസ്കാരം. ഞാനിപ്പോൾ IFFKയുടെ മാക്ടയുടെ പവലിയനിലാണ്. ശരിക്കും ഒരാഴ്ച എന്ന് പറയുന്നത് സിനിമാ പ്രേമികളെ സംബന്ധിച്ച് ആനന്ദം പകരുന്ന ഒന്ന് തന്നെയാണ്. കാരണം ഇൻ്റർനാഷണൽ ലെവലിലുള്ള നിരവധി ചിത്രങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ച് അത് കാണുന്നതിന് വേണ്ടി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഡെലിഗേറ്റ്സും ഒപ്പം ഒഫീഷ്യൽസും ഇവിടെ എത്തിക്കഴിഞ്ഞ് നാളെ ഇത് പര്യവസാനിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ മാക്ടയെ സംബന്ധിച്ച് അഭിമാന മുഹൂർത്തമാണ്. കാരണം മാക്ടയുടെ നിരവധി അംഗങ്ങൾ ഈ ഫിലിം ഫെസ്റ്റിവലിൽ പങ്കെടുക്കുകയും അവർക്ക് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ മാക്ടയ്ക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് വാസ്തവം. പ്രത്യേകിച്ച് പുതിയ ഭരണസമിതി നിലവിൽ വന്നതിന് ശേഷം നിരവധി പദ്ധതികളാണ് മാക്ട അംഗങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്. മാക്ടയുടെ എക്കാലത്തെയും ചിരകാല അഭിലാഷമായിരുന്ന മാക്ട ലൈബ്രറി ഈ വർഷം ഉദ്ഘാടനം ചെയ്യപ്പെട്ട് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. മലയാളത്തിൻ്റെ അമ്മ അസോസിയേഷൻ സംഘടനയുടെ പ്രസിഡന്റ് ശ്വേതാമോഹൻ ഉദ്ഘാടനം നിർവഹിച്ച സമയം മുതൽ മാക്ടയുടെ ലൈബ്രറി സജീവമായി ഞങ്ങളുടെ കൊച്ചിയിലെ ഓഫീസിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. തുടർന്ന് രാജഗിരി കോളേജുമായി ചേർന്ന് മാക്ട സംഘടിപ്പിച്ച ഫിലിം ഫെസ്റ്റിവലിൽ വളരെ വിജയകരമായി പര്യവസാനിച്ചു. നിരവധി സിനിമകൾ കാണുകയും അവിടെ ഞങ്ങളുടെ പ്രവർത്തകർ പോയി ക്ലാസ്സുകൾ എടുക്കുകയും ഒപ്പം തന്നെ അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ സ്നേഹത്തോടെ ഞാൻ ഓർമ്മിക്കുകയാണ്. മാക്ടയുടെ എക്കാലത്തെയും ഹൈലൈറ്റ് ആയിരിക്കുന്ന മാക്ട ഇയർ പ്ലാനർ ഈ വർഷം പുറത്തിറങ്ങാൻ പോവുകയാണ്. അത് ശരിക്കും എല്ലാ വർഷവും മാക്ടയെ സംബന്ധിച്ച് അത് അഭിമാന മുഹൂർത്തമാണ് ഈ ഒരു ഇയർ പ്ലാനർ. ഈ വർഷത്തെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് മാക്ട സംഘടിപ്പിക്കുന്ന സ്ക്രീൻ പ്ലേ റൈറ്റിംഗ് കോമ്പറ്റീഷനാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻട്രികൾ വിളിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ അവസാന തീയതി ഒരുപക്ഷെ ജനുവരി അവസാനത്തോടു കൂടി ആയിരിക്കും. അങ്ങനെ നിരവധി പദ്ധതികൾ മാക്ട അംഗങ്ങൾക്ക് വേണ്ടി ഒരുക്കിക്കഴിഞ്ഞു. നാളിതുവരെയായിട്ടുള്ള പ്രവർത്തനങ്ങൾ പുതിയ ഭരണസമിതി വളരെ ആർജവത്തോടുകൂടിയും ജോഷി മാത്യു ചെയർമാനായിട്ടുള്ള ഈ ഒരു സംഘടന, ശ്രീകുമാർ അരൂക്കുറ്റി ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആൾക്കാർ മികച്ച പ്രവർത്തനങ്ങളാണ് മാക്ടയ്ക്ക് വേണ്ടി കാഴ്ചവെക്കുന്നത്. ഒപ്പം തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും ഒരുമിച്ചുള്ളൊരു പ്രവർത്തനങ്ങൾ ഈ ഒരു മേഖലയിലുണ്ട്. ആ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും IFFKയിലും ഞങ്ങൾക്ക് പുറത്തെടുക്കാൻ സാധിച്ചു. എല്ലാവരും ഈ സ്റ്റാളിൽ വരികയും
സ്റ്റാളിൽ വരുന്ന എല്ലാ ആൾക്കാർക്കും മാക്ടയുടെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുകയും ഇതിലേക്ക് ആകർഷിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും 2025 IFFK നമുക്ക് അഭിമാനിക്കാം. മാക്ടയോടൊപ്പം മാക്ട വളരെ സജീവമായിരിക്കുന്നു. ഇനിയും വരുന്ന വർഷങ്ങളിലുള്ള ചലച്ചിത്ര മേളകൾ മാക്ടയെ സംബന്ധിച്ച്, മാക്ട പ്രവർത്തകരെ സംബന്ധിച്ച്, മാക്ട അംഗങ്ങളെ സംബന്ധിച്ച് വളരെ പ്രയോജനകരമാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും IFFKയിൽ പങ്കെടുക്കുന്ന എല്ലാ ഡെലിഗേറ്റ്സിനും, ഒഫീഷ്യൽസിനും, മറ്റ് ചലച്ചിത്ര പ്രേമികൾക്കും മാക്ടയുടെ പേരിലുള്ള നന്ദിയും കടപ്പാടും ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. എന്തുകൊണ്ടും ജനപ്രാതിനിധ്യം കൊണ്ടും ജനപങ്കാളിത്തം കൊണ്ടും വളരെയധികം ശ്രദ്ധ നേടിയൊരു ഫെസ്റ്റിവലായിട്ട് മാറിയിരിക്കുകയാണ്. മിക്ക ദിവസവും ഞാൻ അവിടെ വരാറുണ്ട്. എല്ലാവരും ഈ പറഞ്ഞ നമ്മുടെ സിനിമയിലുള്ള ഇതൊരു സിനിമ എന്താ പറയുക, എല്ലാവരും കൂടുന്ന ഒരു സംഘമെന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരും കാണാനും എല്ലാവരും നേരിട്ട് കാണാനും സംസാരിക്കാനും കിട്ടുന്നൊരു അവസരമായിട്ട് ഞാൻ വളരെ സന്തോഷവാനാണ് ഈ ഒരു ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ സാധിച്ചതിന്. എല്ലാ പങ്കാളിത്തം കൊണ്ടും എല്ലാം കൊണ്ടും ഈ ഒരു ഫെസ്റ്റിവൽ വളരെയധികം ശ്രദ്ധ നേടിയിരിക്കുകയാണ്. ഈ ഫെസ്റ്റിവലിലേക്ക് അടുത്ത ഫെസ്റ്റിവൽ, ഈ ഫെസ്റ്റിവൽ വരാത്തവർ അടുത്ത ഫെസ്റ്റിവൽ എന്തായാലും വരാൻ ശ്രമിക്കുക. ഇതൊരു വൻ വിജയമാണ്. വൻ വിജയമാകാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരുടെയും നിങ്ങളെ സ്നേഹിക്കുന്നവർ, സിനിമയെ സ്നേഹിക്കുന്നവർ, സിനിമയെ ആരാധിക്കുന്നവർ, സിനിമയെ മനസ്സിലാക്കുന്നവർ എല്ലാവരും ഈ ഫെസ്റ്റിവലിൽ വന്ന് പങ്കെടുത്ത് വിജയിപ്പിക്കുക. ഓക്കെ. ഇവിടെ വന്നപ്പോൾ എല്ലാവരും കാണാൻ പറ്റുന്നു, അതൊരു വലിയ സന്തോഷമാണ്. പിന്നെ നമുക്ക് ഇതുപോലെ ഒരു ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ വർഷവും കിട്ടുന്ന ഒരു സൗഭാഗ്യമല്ലേ, അത് കളയാതെ വരാറുണ്ട്. അതുമാത്രമല്ല, ഒരുപാട് സൗഹൃദങ്ങൾ, അതായത് നമ്മൾ ഒരുപാട് കാലം കാണാൻ ആഗ്രഹിച്ച കുറേ ആൾക്കാർ അവരെല്ലാം കാണാൻ പറ്റും. അതെ, ഒരുപാട് പേരെ നമ്മൾ മിസ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ മുന്നേ വർക്ക് ചെയ്ത പലരെയും കാണാൻ, കുറേ വർഷങ്ങളായി കാണാത്ത ആൾക്കാരെ വരെ ഇവിടെ വന്നപ്പോൾ എല്ലാവരെയും കാണാൻ പറ്റി. അപ്പോൾ ആ സൗഹൃദം വീണ്ടും പുതുക്കാൻ സാധിച്ചു. IFFK കുറിച്ചൊന്ന് പറയുക. കാലാകാലങ്ങളിൽ ഒരുപാട് സിനിമാക്കാരെ വാർത്തെടുത്തു. പിന്നെ ഒരുപാട് സിനിമകൾ നമ്മൾ കാണുന്നതും കാണാത്തതുമായ ഒരുപാട് പടങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. അതൊക്കെ നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് കാണാൻ പറ്റത്തില്ല. അപ്പോൾ അത് ഒന്നിച്ചിരുന്ന് കാണാൻ പറ്റുക, അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കേൾക്കാൻ പറ്റുക, ഓരോ പടങ്ങളെയും വിലയിരുത്തുന്നതിനെക്കുറിച്ച് വലിയ ആളുകൾ സംസാരിക്കുന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുക, ഇതൊക്കെ വലിയൊരു കാര്യം തന്നെയാണ്. ഇപ്പം ധ്യാനിൻ്റെ ഒരു പടം ചെയ്തിട്ടുണ്ട്, അത് ഇറങ്ങാനുണ്ട്. കുട്ടികളുടെ ഒരു പടം ഇറങ്ങാനുണ്ട്. അങ്ങനെ 2-3 പടങ്ങൾ ഇറങ്ങാനുണ്ട്. ഞാനൊക്കെ നിൽക്കുന്നു. ഞാൻ ഇതിൽ നായികയുടെ അമ്മയായിട്ടാണ് ചെയ്യുന്നത്. ഒരു വടക്കൻ തേരോട്ടം എന്നാണ് പടത്തിൻ്റെ പേര്. പിന്നെ കുട്ടികളുടെ പടത്തിൽ ഒരു മുത്തശ്ശിയായിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ 2-3 പടങ്ങളുണ്ട് ഇറങ്ങാനായിട്ട്. സീരിയല് ഇപ്പം ഇല്ല, ഇപ്പം 2-3 മാസമായിട്ട് സീരിയൽ ചെയ്യുന്നില്ല. പക്ഷെ ഇപ്പം പുതിയൊരു സീരിയൽ ചെയ്യാൻ പോവുകയാണ്. നമസ്കാരം, എൻ്റെ പേര് രാജ്കുമാർ, റിട്ടയർഡ് DYSP, ആക്ടർ, ക്രിക്കറ്റർ, സിനിമ പ്രാന്തൻ. വർഷങ്ങളായിട്ട്, അത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് ഞാൻ ഫെസ്റ്റിവൽ കാണാറുണ്ട്, സ്ഥിരമായിട്ട് കാണാറുണ്ട്. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. എന്നെ പോലെയുള്ള സിനിമാ പ്രാന്തന്മാർക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. വേറെ ഒരു സ്ഥലത്തും ഒരു 50 രാജ്യങ്ങളിലുള്ള സിനിമ നമുക്ക് ഒരുമിച്ച് നിന്ന് കാണാൻ ഒരു അവസരം കിട്ടില്ല. താങ്ക്സ് ടു ദ കേരള ഗവൺമെൻറ് ഫോർ അറേഞ്ചിങ് സച്ച് എ മാർവലസ് ഫെസ്റ്റിവൽ. എല്ലാ വർഷം ഇതുപോലെ അങ്ങ് പോകണം, കുറേ നല്ല സിനിമകൾ നമുക്ക് കാണാനുള്ള അവസരം കിട്ടണം. ആൻഡ് റിക്വസ്റ്റിംഗ് ഓൾ ഫിലിം enthusiasts to come and watch the IFFK. Okay, thank you. All the best.
IFFKയുടെ 30ാമത് ചലച്ചിത്രോത്സവം ആഘോഷിക്കുകയാണ്. ഒരുപാട് നല്ല സിനിമകളുണ്ടായിരുന്നു. എന്നാലും എല്ലാ മുൻ വർഷത്തെ പോലെ വളരെ ആഘോഷമായിട്ട് തന്നെയാണ് എല്ലാവരും ഇതിൽ പങ്കെടുക്കുന്നത്. ഒരു ഉത്സവം പോലെ പങ്കെടുക്കുകയാണ്. പക്ഷേ ഈ വർഷത്തെ സിനിമകളുടെ നിലവാരത്തിന് ഒരുപാട് കോട്ടം തട്ടിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കണ്ട സിനിമകളിലൊക്കെ വളരെ ലളിതമായ സിനിമകൾ മാത്രമേ ഉള്ളൂ. നമുക്ക് മനസ്സിൽ തട്ടിയ സിനിമകളും ഒരു സ്റ്റാൻഡേർഡുള്ള സിനിമകളും വളരെ ചുരുക്കം സിനിമകളെ ഉണ്ടാകും. അത് സിനിമയുടെ സെലക്ഷനിൽ ഒരുപാട് പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു ചെറിയൊരു അഭിപ്രായം എനിക്കുണ്ട്. എന്ന് കരുതി മേളയ്ക്ക് കോട്ടവും തട്ടിയിട്ടില്ല. മേള എല്ലാവരും വളരെ ആഘോഷമായിട്ടാണ് കൊണ്ടാടുന്നത്. കാരണം പുതിയ തലമുറകൾ ഒരുപാട് മേളയ്ക്ക് വരുന്നുണ്ട്. അതൊരു പ്രചോദനം തന്നെയാണ്. കാരണം സിനിമ പഠിക്കുവാനും സിനിമയെക്കുറിച്ചൊരു നടത്തുവാനൊക്കെ ഉള്ള ഒരു ചർച്ചാ വിഷയമാക്കുന്നുണ്ട് എല്ലാവരും. പിന്നെ ഇവിടെ ഓപ്പൺ ഫോറം നടക്കുന്നുണ്ട്. അതിലൊരുപാട് നല്ല നല്ല ചർച്ചകൾ ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ ഓരോ വർഷത്തെ മേളയുടെ ഉയർച്ച തന്നെയാണ്. ഇത് എന്തൊക്കെയായിരുന്നാലും ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് നടക്കുന്നത് ഏറ്റവും വലിയ ഫെസ്റ്റിവലാണ് തിരുവനന്തപുരത്ത് നടക്കുന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അന്യനാടുകളിൽ നിന്ന് ഒരുപാട് പേര് വരുന്നുണ്ട്. അതിനുള്ള സൗകര്യങ്ങൾ ഇവിടെ ലഭിക്കുന്നുണ്ട്. തിയേറ്റേഴ്സ്, എല്ലാ തിയേറ്ററുകളിലും നല്ല ഇരുന്ന് സിനിമ കാണാൻ പറ്റിയ നല്ല തിയേറ്ററുകളുണ്ട്. അതൊക്കെ വലിയ നേട്ടം തന്നെയാണ് നമ്മുടെ ഫെസ്റ്റിവലിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മുടെ സംഘടനകളെല്ലാവരും വളരെ നന്നായി ഇടപെടുന്നുണ്ട്. ഇതിനു വേണ്ട ഈ പ്രവർത്തിക്കാൻ വേണ്ടി ഇടപെടുന്നുണ്ട്. മാക്ട പുതിയ ഭാരവാഹികൾ ഏറ്റെടുത്തിരിക്കുന്ന സംരംഭത്തിൽ അവരൊരുപാട് നല്ല നല്ല കാര്യങ്ങൾ മാക്ടയിൽ ചെയ്യുന്നുണ്ട്. ഒരുപാട് പുതിയ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് നല്ല നല്ല ആവശ്യങ്ങൾ ചെയ്യുന്ന ഒരു പ്രവർത്തന രീതിയാണ് മാക്ട ഇപ്പോൾ രൂപം കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു സിനിമാ മേഖലയ്ക്ക് നല്ല ഒരു ദീർഘവീക്ഷണം കാണാവുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്കിവിടെ നേടാനുള്ളത്. അപ്പോൾ അടുത്ത ഇനി ഒരു ഫെസ്റ്റിവലിന് വേണ്ടി നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് പേര് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. നല്ല നല്ല സിനിമകൾ വരണം എന്നുള്ളതാണ്. കാരണം നമ്പർ ഓഫ് സിനിമ ഉണ്ടാവുക എന്നുള്ളതല്ല, ഉള്ള സിനിമകൾക്ക് നിലവാരമുള്ള സിനിമകളായിരിക്കണം എന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം ഒരുപാട് സിനിമകളുണ്ട് ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ 200 സിനിമ, അല്ലെങ്കിൽ 300 സിനിമ, 400 സിനിമ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഉള്ള സിനിമകൾ, സെലക്ട് ചെയ്യുന്ന സിനിമകൾ നല്ല സിനിമകളായിരിക്കണം. ഒരുവിധം കാണാൻ ഉള്ള സിനിമകളായിരിക്കണം. അല്പം സ്റ്റാൻഡേർഡുള്ള സിനിമകളായിരിക്കണം എന്നൊരു അഭിപ്രായം, എൻ്റെ ഒരു എളിയ അഭിപ്രായമാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മുടെ സംഘടനയെക്കുറിച്ചൊക്കെ എല്ലാ സംഘടനകളും നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. അത് നമ്മുടെ സിനിമ ഈ ഫെസ്റ്റിവലിന് ഒരുപാട് ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നന്ദി. ഞാൻ ഡോക്ടർ ഷാജു. കഴിഞ്ഞ 10-18 വർഷങ്ങളായി ഫിലിം ഫെസ്റ്റിവലിൻ്റെ സജീവ സാന്നിധ്യമാണ് ഞാൻ. സിനിമകൾ കാണുന്നു. നമ്മൾ തുടക്കകാലത്തൊക്കെ നമ്മൾ സിനിമകൾ മാർക്ക് ചെയ്ത് സിനിമകളെപ്പറ്റി സ്റ്റഡി ചെയ്ത് ആ പടങ്ങൾ കാണുകയും അത് നമ്മൾ ഓപ്പൺ ഫോറത്ത് ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തിട്ട് സിനിമയെ പറ്റിയിട്ട് നമുക്ക് അവബോധം ഉണ്ടാവുന്ന ഒരു അവബോധം ഉണ്ടാവുന്ന ഇത് എന്നെ സംബന്ധിച്ച് എന്നെപ്പോലുള്ള ഞാനിപ്പോൾ ഒരു 30-28-29 വർഷമായി വിഷ്വൽ മീഡിയ നിൽക്കുകയാണ്. നടനാണ്, നിർമ്മാതാവാണ്. അപ്പോൾ നമ്മൾ ഇത്രയും കാലത്തെ സിനിമ എന്ന് പറഞ്ഞ സങ്കല്പം, അതിലേക്ക് നമുക്ക് തോന്നിയ അഭിനിവേശമൊക്കെ ശരിക്കും ഫെസ്റ്റിവലിൽ നിന്നാണ് ഉണ്ടായത്, IFFK എന്നാണ് ഉണ്ടായത്. ഞാൻ ഇവിടെ മാത്രമല്ല IFFIയിൽ പോയിട്ടുണ്ട്, ഗോവയിൽ പോകാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഏറ്റവും മനോഹരമായ പടങ്ങൾ എപ്പോഴും സ്ക്രീൻ ചെയ്യുന്നത് IFFKയിലാണ്, കേരളത്തിലാണ്. അപ്പോൾ ഈ വർഷം ഈ കഴിഞ്ഞ നമ്മൾ ഇപ്പോൾ ഇത്രയും വർഷങ്ങൾക്കിപ്പുറം എനിക്ക് വ്യത്യാസം തോന്നിയത് എന്ന് പറയുന്നത് IFFKയിൽ കഴിഞ്ഞ വർഷങ്ങളും അതിന് മുമ്പത്തെ വർഷങ്ങളിലേക്കാൾ കൂടുതൽ യങ്സ്റ്റേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ കൂടി. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമുക്ക് കൂടുതൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് പുറത്തുള്ള ആഘോഷങ്ങളായിരുന്നു. സിനിമ സീരിയസ് ആയിട്ട് വാച്ച് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കുറച്ച് കുറവായിരുന്നു. മൊത്തം ആൾക്കാരും പുറത്ത് ആയിരുന്നു, ഇവിടുത്തെ ആഘോഷങ്ങളിലും സൗഹൃദ വലയങ്ങളിലൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് വളരെ നോട്ടബിളായിട്ട് കാണാൻ പറ്റിയത് ഒരുപാട് പുതിയ തലമുറയിലെ കുട്ടികൾ
സീരിയസ് ആയിട്ട് സിനിമ വാച്ച് ചെയ്യാൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാലും ഇവിടെ ആഘോഷങ്ങൾ കുറച്ച് കുറഞ്ഞു, എന്നാൽ തിയേറ്ററുകളിൽ ഭയങ്കര തിരക്കാണ്. എന്തുകൊണ്ടെന്നാൽ അവർ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ വന്നിട്ടുള്ള എല്ലാ സിനിമകളും, കോമ്പറ്റീഷൻ സിനിമകളാവട്ടെ, പ്രാദേശിക സിനിമകളാവട്ടെ, എല്ലാ സിനിമകളും കാണാൻ കുട്ടികൾ താല്പര്യം കാണിക്കുന്നു. പുതിയ തലമുറ അതിലേക്ക് ഇറങ്ങി വരുന്നു, സീരിയസ് ആയിട്ട് സിനിമയെ പറ്റി പഠിക്കാൻ തുടങ്ങുന്നു. അത് വലിയൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്, വലിയൊരു എന്താ പറയുക ഒരു നവോത്ഥാനം തുടക്കമാണ്. പിന്നെ ഇതിനിടയിൽ കൂടെ പറയാനുള്ള കാര്യം, ഇതിനിടയിൽ പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് പറയുകയാണ്, നമുക്കുണ്ടായ ഏറ്റവും വിഷമമുള്ളൊരു കാര്യം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾക്ക് എന്താ പറയുക, ഈ കത്രിക വയ്ക്കുക എന്ന് പറയുന്ന പോലെ ഒരുപാട് സിനിമകൾ ഇവിടെ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷേ അത് കേരളത്തിനെ സംബന്ധിച്ച്, ഒരു മലയാളിയെ സംബന്ധിച്ച് പ്രായ, വർഗ, വർണ്ണ ഭേദമില്ലാതെ അല്ല രാഷ്ട്രീയ ഭേദമില്ലാതെ വളരെ കൃത്യമായി അതിനെ പറ്റിയിട്ട് നമ്മുടെ പ്രേക്ഷകർ, നമ്മുടെ ആസ്വാദകർ പ്രതികരിക്കുകയും അങ്ങനെ വേണ്ട എന്ന് പറഞ്ഞ ചിത്രങ്ങൾ വീണ്ടും ഇവിടെ പ്രൊജക്റ്റ് ചെയ്യും. അത് കാണാൻ ഒരു ശരാശരി ഒരു സിനിമാ പ്രേക്ഷകന് അവസരമൊരുക്കുകയും ചെയ്ത ഇതിൻ്റെ എല്ലാ ഭാരവാഹികളോടും നന്ദി പറയുന്നു. ഒപ്പം തന്നെ വരും വർഷങ്ങളിലും IFFK ഇതുപോലെ തന്നെ നിലകൊള്ളും, ഇതുപോലെ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവും. പുതിയ തലമുറ സിനിമകളിലേക്ക് എത്തിപ്പെടും. ഒരുപാട് പുതിയ സംവിധായകർ, നടന്മാർ, എഴുത്തുകാർ, ചലച്ചിത്ര പ്രവർത്തകർ ഇവിടെ നിന്ന് ഉണ്ടാവുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസമുണ്ട്. താങ്ക് യു സോ മച്ച്. ഫിലിം ഫെസ്റ്റിവൽ വളരെ ഊർജ്ജസ്വലമായി ഇവിടെ നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ ഞങ്ങളൊരു സ്റ്റാള്, നമ്മുടെ അമ്മയുടെ ഇടത്തിൽ ഞങ്ങൾ കയറി അങ്ങ് പറ്റി. ചില്ലയാണ്. ചില്ലയെന്ന് പറഞ്ഞാൽ ഓട്ടിസവും മറ്റു മാനസിക വെല്ലുവിളിയൊക്കെ നേരിടുന്ന കുട്ടികളുടെ ഒരിടമാണ്. അവിടെ പ്രത്യേകിച്ച് സാമ്പത്തികമായി അല്പം പിന്നോക്കം നിൽക്കുന്നവരെ നമ്മൾ കരുത്ത് പിടിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരികയും അവരെ മുഖ്യധാരയിലേക്ക് എത്തിക്കുകയും ചെയ്യുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കുറേ അവർ തന്നെ ഉണ്ടാക്കിയ, ഈ കുട്ടികൾ തന്നെ ഉണ്ടാക്കിയ കുറേ ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് അത് വിൽക്കുന്നു. ഇതൊരു ലാഭം കൊയ്ത്ത് എന്നുള്ള സംഭവമല്ല, മറിച്ച് മുഖ്യധാരയിലെ ജനങ്ങൾ നമ്മുടെ മക്കളുമായിട്ട് ഒന്ന് ഇടപഴകുവാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ മക്കൾ അവരെ ഇടപഴകുന്നതിലുപരി നമ്മുടെ സമൂഹത്തിലുള്ള വ്യക്തികൾ അവരെ പരിചയപ്പെടുകയും അവരുമായിട്ട് സ്നേഹം പങ്കുവയ്ക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം. അങ്ങനെ അതുവഴി നമ്മുടെ സമൂഹം ഇവരെ കൂടുതൽ അടുത്തറിയട്ടെ എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അങ്ങനെ നടക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മലയാളത്തിലൊരു സിനിമ ചെയ്തു. അതിലെ ഇപ്പോൾ ഇവിടെ തന്നെ നമ്മുടെ സ്പിരിറ്റ് ഓഫ് അവാർഡ്, സിനിമയുടെ അവാർഡ് കിട്ടിയ ഡയറക്ടർ കെല്ലി മാർഷൽ ആണ് നമ്മുടെ ഫസ്റ്റ് ഷോ കണ്ടിരുന്നു. അപ്പോൾ അവർ ഭയങ്കരമായിട്ട് കണക്റ്റായി, ഒരുപാട് ഞങ്ങളുടെ സംസാരിച്ചു. എന്താ പറയുക, അവർ മലയാള സിനിമയിലെ ഒരു ഇൻട്രൊഡക്ഷൻ, ഞങ്ങളുടെ ശേഷിപ്പാണ് അവർ കണ്ടത്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ആ സമയത്ത് തോന്നി, അതായത് മലയാളത്തിനേക്കാളുപരി അവർക്ക് ആ ഇമോഷൻസ് ആണ് കണക്ട് ആവുന്നത്. അപ്പോൾ ആ ഇമോഷൻസ് കണക്ട് ആവും പ്രേക്ഷകരായിട്ടും എന്നുണ്ടെങ്കിൽ നമുക്ക് ആ സിനിമ ഭാഷകൾക്കപ്പുറം ഒരുപാട് നമുക്ക് സഞ്ചരിക്കാൻ പറ്റും എന്ന് തോന്നുന്നു. ഈ 30ാമത് IFFK, അതായത് ഞാൻ കഴിഞ്ഞ 29 വർഷമായി ഇതിനോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ്, മുന്നണിയിലും പിന്നണിയിലും. അപ്പോൾ ഇപ്പം 30-ലെത്തി നിൽക്കുകയാണ്. ഈ 30-ലെത്തി നിൽക്കുമ്പോഴും ഈ കേരളത്തിൻ്റെ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഈ സംഭവം വളരെ 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 ഉയരത്തിലിങ്ങനെ പറന്ന് നടക്കുകയാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ത്യയിലെ മറ്റേതൊരു ഫിലിം ഫെസ്റ്റിവലിനെ എടുത്താലും അതിൻ്റെയൊക്കെ മേലെ നിൽക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് കൂടി. അപ്പോൾ ഈ മേളയ്ക്ക് എല്ലാവിധ ആശംസകളും നൽകുന്നു. മാത്രമല്ല ഒരുപാട് അറേഞ്ച്മെൻറ്റ്സ് ഈ മേളയോടനുബന്ധിച്ച് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ, ഫിലിം ചേംബർ, ട്രിവാൻഡ്രം ഫിലിം വേണ്ടി അവർക്ക് ഒരു സ്റ്റാളുണ്ട്. ആ സ്റ്റാളിൽ നിന്നും ട്രിവാൻഡ്രം ഫിലിം പട്ടികയുടെ നേതൃത്വത്തിൽ ഈ മേളയിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക്, ഇപ്പോൾ ഈ വിദ്യാർത്ഥികൾക്കായി ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മാക്ടയുടെ സ്റ്റാളുണ്ട് ഇവിടെ. അതും കാര്യക്ഷമമായി ഈ മേളയോടനുബന്ധിച്ച് യാത്ര ചെയ്യുന്ന ഒരു സംഘടന കൂടിയാണത്. ഫെഫ്കയും അതുപോലെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് മലയാള സിനിമ തന്നെ ഇവിടെ പറിച്ചു നഷ്ടപ്പെട്ട ഒരു രീതിയാണ് ഈ പശ്ചാത്തലത്തിൽ കാണുന്നത്.